നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. ഇന്ത്യയിൽ ഏതാണ്ട് 70ഓളം നിയോജകമണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ വോട്ടർ പട്ടികയിൽ ആളുകളെ കുത്തിത്തിരികി ജനവിധി അട്ടിമറിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ സംഭവിച്ചത്. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് ഈ സംഭവങ്ങൾ ആവർത്തിച്ചു. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ്, NCP, ശിവസേന സഖ്യം വിജയിക്കുകയും എന്നാൽ പിന്നീട് നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ 288 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 48ലേക്ക് ആ സഖ്യം ചുരുങ്ങുകയും ചെയ്തു. ഏതാണ്ട് 50നും 70നും ഇടയ്ക്ക് ലക്ഷം വോട്ടുകളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. ഇതാണ് ജനവിധി അട്ടിമറിക്കുന്നതിൽ പ്രധാന ഘടകമായി അവിടെ പ്രവർത്തിച്ചത്. ഹരിയാനയിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, 3-2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് പോയത്. ഏതാണ്ട് കാലത്ത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ആയി എന്നുള്ള സൂചന പുറത്തു വന്നപ്പോഴാണ് അതിനെ അട്ടിമറിക്കുന്ന റിസൾട്ട് അവസാനം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു കാര്യം അറിയാം. നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ അത്ര പെട്ടെന്ന് നമുക്കത് തെളിയിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇതിൻ്റെ ഡാറ്റാസ് എടുക്കണം, പോളിംഗ് ഇതിൻ്റെ ആരംഭം തൊട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി ഒരു ടീമിനെ വെച്ച് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അന്ന് പറയണമെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഡാറ്റ കയ്യിലുണ്ടാവണം. നമ്മൾ സാധാരണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തുക. പെട്ടെന്ന് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കും. പക്ഷേ ഇതുപോലുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാംഗ്ലൂർ സെൻട്രലിലെ അതാണല്ലോ പുറത്തു വന്നത്. മഹാദേവപുര എന്ന ഒറ്റ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ വെച്ചുകൊണ്ട് 6 ജനവിധി അട്ടിമറിക്കുക. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മൻസൂർ അലി ഖാനായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹം 6 നിയോജക മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് 82,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. എന്നാൽ ഒറ്റ നിയോജക മണ്ഡലം കൊണ്ട് മഹാദേവപുരയിലെ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിൻ്റെ ലീഡ് ഒരു അസംബ്ലിയിൽ BJP സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയപ്പോഴാണ് 32,000 വോട്ടിന് അവിടെ ആ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതാണ് സത്യത്തിൽ ഇങ്ങനെയൊരു ഗവേഷണത്തിലേക്ക് പോകാൻ ശ്രീ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചത്. ഒരു അസംബ്ലി കൊണ്ട് മാത്രം ഇത്രയും ഭൂരിപക്ഷം, ഇതൊരു മൈനറായിട്ടുള്ള ഭൂരിപക്ഷമാണെങ്കിൽ നമുക്കത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 5 ഷാനിമോൾ ലീഡ് ചെയ്തു, 2 വോട്ട് കൊണ്ടാണ് കവർ ചെയ്തത്. പക്ഷെ അതിന് റീസൺ ഉണ്ടായിരുന്നു. കാരണം ലീഡ് ചെയ്ത നിയോജക മണ്ഡലങ്ങളിൽ ഷാനിമോളുടെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ആലപ്പുഴ അസംബ്ലിയിൽ 70 വോട്ടിനാണ് ലീഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 70, 1000, 2000 ഒക്കെ വെച്ച് ലീഡ് ചെയ്തപ്പോൾ ചേർത്തലയും അതുപോലെ തന്നെ കായംകുളം, ആ രണ്ടിലും ഈ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം വെച്ചാണ് ഇത് കവർ ചെയ്ത് 10,000 വോട്ടിന് ജയിക്കുന്നത്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ 82,000 പരം വോട്ടിന് 6 അസംബ്ലി സെഗ്മെന്റിൽ ലീഡ് ചെയ്തൊരു സ്ഥാനാർത്ഥി ഒറ്റ സെഗ്മെന്റ് കൊണ്ട് 32,000 വോട്ടിന് തോൽക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മാജിക്, അതാണ് ബാംഗ്ലൂർ സെൻട്രൽ ഉണ്ടായ
സംഭവം. അതാണ് ഇങ്ങനെ ഒരു വിഷയം മൊത്തം പഠിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ തിരൂർ സന്തോഷ് അദ്ദേഹം മാധ്യമത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് 2023 മുതൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പൊ BJPക്കാരനൊരു കാര്യം പറയുന്നില്ല. ആദ്യം ഒരു പൂരം കലക്കലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അത് മാറ്റി വോട്ട് ചേർക്കലിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞേ മാറ്റിയിട്ടില്ല. ഇതെല്ലാം അനുബന്ധമായി നടന്ന കാര്യങ്ങളാണ്. അതായത് ഒരു കോൺഷ്യൻസി തെരഞ്ഞെടുത്ത് ജയിക്കണം, എന്ത് വില കൊടുത്തും ജയിക്കണം എന്നുള്ള ഒരു ടാർഗറ്റിൽ ഒരു കോൺഷ്യൻസി അവർ ഫോക്കസ് ചെയ്യുന്നു. അവർ ഫോക്കസ് ചെയ്ത് തൃശ്ശൂരാണ്. അങ്ങനെ തൃശ്ശൂർ ഫോക്കസ് ചെയ്തപ്പോൾ ഇവരുടെ ഒരു കണക്കുകൂട്ടിൽ പാർട്ടിക്കാർക്ക് ശക്തിയുള്ള തിരുവനന്തപുരമാണെങ്കിലും തിരുവനന്തപുരത്തെ ചില ഘടകങ്ങൾ അവർക്ക് പ്രതികൂലമാകുന്ന അവർക്കറിയാം. കാരണം ഇപ്പോൾ 2014 O രാജഗോപാലിന്റെ പരാജയത്തിന്റെ ഘടകം നോക്കിയാൽ ചില പ്രത്യേക ബെൽറ്റുകളിലാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാവുക. ആ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ജയിക്കാൻ പ്രയാസമായിരിക്കും. ബ്രിമ്മിൽ വരെ എത്താമെങ്കിലും ജയിക്കില്ല. അപ്പോൾ ഒരു തൃശ്ശൂര് തിരഞ്ഞെടുത്തപ്പോൾ അവർ പല ഘടകങ്ങൾ നോക്കി. ആ ഘടകങ്ങൾ 1 by 1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിന്റെ ചുറ്റുമുള്ള നിയോജകമണ്ഡലങ്ങൾ. അത് BJPക്ക് ഏറ്റവും ശക്തി കുറഞ്ഞ നിയോജകമണ്ഡലങ്ങളാണ്. ഉദാഹരണത്തിന് തൊട്ടടുത്തുള്ള പാർലമെന്റ് ചാലക്കുടി, അതിന്റെ സമീപത്ത് കിടക്കുന്ന വടക്ക് ഭാഗത്ത് കിടക്കുന്ന ആലത്തൂര്. ഇത് രണ്ടിലും വോട്ട് കൂടുതൽ കിട്ടുമെങ്കിലും ഒരിക്കലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അപ്പൊ അവര് ചെയ്തതെന്താണ്? പൂട്ടിക്കിടന്ന ഫ്ലാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വോട്ടുകൾ പലതും ഇങ്ങോട്ട് മാറ്റി. ഇവിടെ ആദ്യം തന്നെ വോട്ട് മാറ്റിയത് സ്ഥാനാർത്ഥിയാണ്, സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ശാസ്തമംഗലത്ത് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടറാണ് അദ്ദേഹം അവിടെയാണ് വോട്ട് ചെയ്യാറ്. ഞാൻ ജവഹർലാലിലെ LP സ്കൂളിലാണ് എൻ്റെ വോട്ട് കവടിയാറും, അദ്ദേഹത്തിൻ്റെ വോട്ട് ശാസ്തമംഗലമാണ്. ഞാനിവിടെ MLA ആയി വന്ന അന്ന് മുതൽ എൻ്റെ വോട്ട് അതുവരെ ഞാൻ വോട്ട് ചെയ്തത് കോഴിക്കോടാണ്. ഞാൻ എൻ്റെ വോട്ട് തിരുവനന്തപുരത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ വടകരയിൽ മത്സരിച്ചു, നേമം, തൃശ്ശൂരൊക്കെ മത്സരിച്ചപ്പോഴും എൻ്റെ വോട്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജവഹർലാൽ LP സ്കൂളിലായിരുന്നു എൻ്റെ അന്ന് നിന്നുള്ള വോട്ട്. എൻ്റെ പിതാവ് അദ്ദേഹം ഒരുപാട് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. എല്ലാ അഡ്രസ്സ് ഒന്നായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മുരളി മന്ദിരം, പൂങ്കുന്നം, തൃശ്ശൂർ എന്നുള്ള അഡ്രസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്സിനെ ചോദ്യം ചെയ്ത് നവാബ് രാജേന്ദ്രൻ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, കരുണാകരൻ ഇവിടെ സ്ഥിരതാമസക്കാരനല്ല, അത് ഈ വീട് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇലക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നാണ് ഈ പെറ്റീഷൻ കൊടുത്തത്. അന്ന് K. കരുണാകരൻ കൊടുത്ത മറുപടി, എനിക്ക് ഇന്ത്യയിലാകെ വോട്ടുള്ള അഡ്രസ്സ് ഇവിടെയാണ്, എൻ്റെ പേരുള്ള വീടാണ്, മറ്റെവിടെ എനിക്ക് അഡ്രസ്സോ വോട്ടോ ഇല്ല. ഞാൻ താമസിക്കുന്ന എൻ്റെ ജോലിയുടെ ഭാഗമായി തലസ്ഥാനത്ത് ഞാൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ തലസ്ഥാനത്തെ എൻ്റെ പേരിലായിരുന്നു വീട്. ഇതേപോലെ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ അഡ്രസ്സ് കർമ്മരംഗം, എൻ്റെ അസംബ്ലി തൃശ്ശൂർ ജില്ലയാണ്, സ്ഥിരം അഡ്രസ്സ് മുരളി മന്ദിരാണ്. അങ്ങനെ അത് അംഗീകരിച്ചുകൊണ്ടാണ് ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞത്. ഇവിടെ സുരേഷ് ഗോപി ഇത്രയും വോട്ടുള്ള, ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന, ഒരേ വിദ്യാലയത്തിൽ വോട്ട് ചെയ്യുന്ന സുരേഷ് ഗോപി എന്തിനാണ് സ്വന്തമായിട്ട് അഡ്രസ്സ് ഉള്ളപ്പോൾ, സ്വന്തമായിട്ട് വീടുള്ളപ്പോൾ
എന്തിന് വാടകയ്ക്കുള്ള ഒരു കെട്ടിടത്തിൽ വോട്ട് ചേർത്തു? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ മാറി മത്സരിച്ചാൽ അവിടെയൊക്കെ വോട്ട് ചേർക്കുകയാണ്. അപ്പൊ അവനവന്റെ വോട്ട് അവനവന് തന്നെ ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ അവനവൻ താമസിക്കുന്ന വോട്ടുള്ള സ്ഥലത്ത് മത്സരിക്കുക. പക്ഷെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവനവന് തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പോട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ട് ചേർത്തു. അതിനു പുറമെ ഡ്രൈവറുടെ വോട്ട് എന്തിനു ചേർത്തു? അദ്ദേഹത്തിന്റെ ഡ്രൈവറും സ്റ്റാഫ് അംഗങ്ങളും അവരും ശാസ്താംകലത്തെ വോട്ടർമാരാ. ആ വോട്ട് എന്തിനാ ഡ്രൈവർ വോട്ട് ഇവിടെ ചേർക്കണമെന്നല്ല നിർബന്ധമുണ്ട്. ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഈ ഫ്ലാറ്റുകൾ, ഞങ്ങളിത് അന്ന് തന്നെ പറഞ്ഞാണ് ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച വിഷയം. പൂങ്കുന്നത്തെ പ്രദേശങ്ങളിലെ ശങ്കരംകുളങ്കര ഭാഗങ്ങളിലായിട്ടുള്ള ഫ്ലാറ്റുകളിൽ അനധികൃതമായി കുറെ വോട്ടർമാരുടെ പേര് കണ്ടു. ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഈ പേരുകാർ അറിയില്ല. ഒരു ഫ്ലാറ്റിൽ ചെന്നപ്പോ കൃഷ്ണൻ സൺ ഓഫ് രാമൻ, അന്വേഷിച്ചപ്പോ കൃഷ്ണനും ഇല്ല രാമനും ഇല്ല. അന്ന് തന്നെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു ജില്ലാ കളക്ടർക്ക്. ഇപ്പോഴല്ല, ഇലക്ഷന് ശേഷമല്ല. ഞങ്ങൾ അന്ന് ഇത് കൊടുത്തപ്പോൾ പരിശോധിക്കാന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞിട്ട് അവരും കൊടുത്തു പരാതി. ആ പരാതിയിലും കളക്ടർ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അത് തുടർ നടപടിയിൽ സ്വീകരിച്ചില്ല. മാത്രമല്ല, പോളിംഗ് ദിവസം പരിചയമില്ലാത്ത ആളുകളെ ഏജന്റുമാർ തടഞ്ഞു വെച്ചു. കളക്ടർ അവിടെ എത്തിയ ശേഷം ഇവർക്ക് ഐഡന്റിറ്റി കാർഡ് ഇവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല, ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചേ പറ്റൂ. അങ്ങനെ അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഈ നമ്മുടെ തിരൂർ സതീശൻ പറഞ്ഞൊരു വിഷയം, ഇദ്ദേഹം പറഞ്ഞ ടാർഗറ്റ് ഇട്ടത് ഒന്ന് LDF UDF സ്ഥാനാർത്ഥികളോടൊപ്പം ഓടിയെത്തുക, അതിനാണ് ഈ വോട്ട് ചേർക്കുന്നത്. അങ്ങനെ ഒരു 50,000 86,000 പരം വോട്ട് അവിടെ ചേർത്തു. അപ്പോൾ സുരേഷ് ഗോപിയും കഴിഞ്ഞാണ് ജയിച്ച പ്രതാപനുമായിട്ടുള്ള ഡിഫറൻസിലേക്ക് ഈ വോട്ട് ചേർത്തപ്പോൾ ഓടിയെത്തി. രണ്ടാമത് എന്ത് ചെയ്തു? വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് ചില ഘടകങ്ങൾ, അതിന്റെ ഒരു ഭാഗമാണ് പൂരം കലക്കൽ. നിങ്ങൾ ജയിക്കല്ലോ, ഓടിയെത്തിയാൽ മാത്രം പോലെ പിന്നെ എങ്ങനെ ഇത്രയും ഭൂരിപക്ഷം വന്നു? 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ വന്നു. അതിന്റെ മറുപടിയാണ് പൂരം കലക്കലിലൂടെ ലഭിച്ച സിമ്പതി. കാരണം ഇത്രയും വലിയൊരു ദേശീയ ആഘോഷം അട്ടിമറിക്കപ്പെട്ടു. ആ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ എന്താ പറയണ്ടത്, കുറച്ച് മതം തന്നെ അവർ പറഞ്ഞു. ഹിന്ദുക്കൾക്ക് അവരുടെ ആചാരങ്ങൾ, ഉത്സവങ്ങൾ ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിന് വൻതോതിലാണ് പബ്ലിസിറ്റി കിട്ടിയത്. ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം, പൂരത്തിന്റെ അന്ന് കാലത്ത്, സാധാരണ തൃശ്ശൂർ പൂരത്തിന്റെ ദിവസം ഒരു തെരഞ്ഞെടുപ്പിലും അവിടെ ഇലക്ഷൻ വർക്കിന് അവധി കൊടുക്കുന്ന ദിവസം 2 ദിവസം ആ സ്ഥാനാർത്ഥികളൊക്കെ പൂരപ്പറമ്പിൽ ഇങ്ങനെ ഉണ്ടാവും. ഞാനും ഉണ്ട്, സുനിൽകുമാറോടെ കാലത്തോട്ടുണ്ട്, പ്രധാനപ്പെട്ട പല ചടങ്ങുകൾക്കും ഉണ്ട്. മഠത്തിൽ വരവ്, കാലത്ത് ചെറുപൂരങ്ങളുടെ വരവ് മുതൽ ഇതെല്ലാം കഴിഞ്ഞ് വെടിക്കെട്ടിന്റെ അവിടെ എത്തിയപ്പോഴാണ് പൂരം കലങ്ങാനുള്ള സംവിധാനങ്ങൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയതും അത് സ്തംഭനാവസ്ഥയിലെത്തി. ആ നേരത്താണ് സേവാഭാരതിയുടെ വാനിൽ ഈ സുരേഷ് ഗോപി അവിടെ എത്തുന്നതും ഒരു ഷോ കാണിക്കുന്നതും. അതുവരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന കലക്ടർ 2 മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ട്, മന്ത്രി അന്ന് രാത്രിയാകുമ്പോൾ രാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജനോട് പോലും ഒരു എന്താ പറയുക, റിട്ടേണിംഗ് ഓഫീസറുടെ ഗാംഭീര്യത്തിൽ രാജനോട് പോലും അകലം പാലിച്ച ജില്ലാ കലക്ടർ സുരേഷ് ഗോപി എത്തിയപ്പോഴേക്കും വളരെ ലോല ഹൃദയനായിട്ട് മാറുന്നു. പിന്നെ വെടിക്കെട്ട് നടത്തുന്ന എപ്പോഴാണ്? കാലത്ത് 7 മണിക്ക്. അപ്പോഴേക്കും ഞാനവിടെ എത്തി. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് വെടിക്കെട്ട് ആചാരങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായില്ല, വെടിക്കെട്ട് അല്പം താമസിച്ചു എന്നേ ഉള്ളൂ. 3 മണിക്ക് പൊട്ടേണ്ട വെടിക്കെട്ട് 7 മണിക്ക് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? കാരണം അത് തൃശ്ശൂർ വെടിക്കെട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകാശത്ത് വർണ്ണങ്ങൾ വിരിയുന്ന വെടിക്കെട്ടാണ്.
അത് തിരുവമ്പാടി ദേവസ്വം പാറമേക്കാവ് ദേവസ്വം മത്സരിച്ച് വെടിക്കെട്ട് നടത്തുമ്പോൾ ആകാശത്ത് പല വിധത്തിലുള്ള വർണ്ണങ്ങൾ വിരിയുന്ന രംഗാണ്. 7 മണിക്ക്, അതും അന്ന് ഏറ്റവും ചൂടുള്ള കാലം, 7 മണിക്ക് സൂര്യൻ ഉദിച്ചിങ്ങനെ കത്തി നിൽക്കുമ്പോൾ കുറെ പുക കണ്ടു ഞങ്ങളൊക്കെ. അതല്ലാതെ ഒരു വർണ്ണവും കണ്ടില്ല. ആകാശത്ത് ഇങ്ങനെ സാധാരണ നമ്മള് വെടി വയ്ക്കുമ്പോൾ ഒരു പുക പോലെ കുറെ പുക ആകാശത്ത്, തിരുവമ്പാടിയുടെ ഭാഗത്തും പുക, പാറമേക്കാവിന്റെ ഭാഗത്തും പുക. അപ്പൊ അതെല്ലാം കത്തിച്ചു കഴിഞ്ഞു. ശബ്ദം ഉണ്ടായിരുന്നു കാര്യമായിട്ട്, അതല്ലാതെ ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അത് കഴിഞ്ഞു. അതിനെ തുടർന്നാണ് ഈ പ്രചരണങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ 2023 മെയ് മാസത്തിൽ തന്നെ ഹൊസബോളയുടെ സന്ദർശനവും അജിത് കുമാറുമായിട്ടുള്ള സംഭാഷണം അതിന്റെ മറ്റൊരു വശം തന്നെയാണ്. അപ്പോ ഓടിയെത്തുക, കവർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓടിയെത്താൻ വോട്ട് ചേർത്തു, കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ തിരൂർ സന്തോഷ്, അദ്ദേഹം ഓഫീസ് സെക്രട്ടറി ആയിരുന്നാണ്. അദ്ദേഹം പറഞ്ഞത് മത സാമുദായിക നേതാക്കന്മാരെ സ്വാധീനിക്കുക, പൂരം കലക്കുക, സ്ഥാനാർത്ഥിയുടെ താരപദവി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വളരെ ക്ലിയറായി മാൻഡേറ്റ് എങ്ങനെ നടന്നു എന്നുള്ളത്. അപ്പൊ ഈ 3 ഘടകങ്ങളായപ്പോഴാണ് 75,000 വോട്ട് ജയിക്കുന്നത്. അവിടെ ചിലർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 75,000 വോട്ടിന് ജയിക്കുമോ? ഓടിയെത്തിയല്ലോ, വോട്ട് ചേർത്തപ്പോ തന്നെ 56,000 വോട്ട് ചേർത്തപ്പോ തന്നെ ഓടിയെത്തി. ആകെ 1,50,000 വോട്ടാണ് വർദ്ധിച്ചത് 2019-നേക്കാൾ. അപ്പോഴത്തന്നെ ഓടിയെത്താൻ കഴിഞ്ഞല്ലോ. കാരണം ബാക്കിയുള്ളവരെ വോട്ട് അത്ര വന്നിട്ടില്ല. LDFും UDFും ചേർത്ത വോട്ടിനേക്കാൾ കൂടുതൽ BJPക്കാരും ചേർത്തു. കാരണം LDFനും UDFനും ചേർക്കാൻ ആള് വേണ്ടേ, വോട്ടുള്ളവർക്കല്ലേ ചേർക്കാൻ പറ്റൂ. ഇപ്പൊ ഒരു ഫ്രഷ് വോട്ടർ വേണ്ടേ ചേർക്കാൻ. ഇത് ഫ്രഷ് വോട്ടർമാരല്ല, അപ്പുറത്തും കൊണ്ടുവന്ന് തള്ളിയതാണ്. അപ്പൊ ഇത് 3 ഘടകങ്ങളും കൂടെ ചേർന്നപ്പോ തെരഞ്ഞെടുപ്പ് ജയിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എല്ലാ മാധ്യമങ്ങളും സർവേ നടത്തിയിരുന്നു. ആ മാധ്യമ സർവേകൾ ഒന്നും തന്നെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയും സംശയം തിരുവനന്തപുരത്തായിരുന്നു. രാജീവ് ചന്ദ്രശേഖരോ ശശി തരൂരോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കെ മുരളീധരൻ ജയിക്കുക, സുനിൽകുമാർ ജയിക്കുക എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഇവിടെ ഒന്നും സുരേഷ് ഗോപിയുടെ പേര് പറയുന്നില്ല. ഈ സ്ഥാനാർത്ഥി പര്യടനം, സുരേഷ് ഗോപി സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടില്ല. 2-3 തവണ പിണങ്ങി തിരുവനന്തപുരത്തേക്ക് വന്നു. ആദ്യം വന്നത് ഒരു കോളനിയിൽ ചെന്നപ്പോ ആൾക്കാരെ എണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവരെ മുഴുവൻ പാർട്ടിക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരാഴ്ച കണ്ടിട്ടില്ല. അവിടെ വീണ്ടും കുറെ കഴിഞ്ഞു അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മരണം ഉണ്ടായപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെയും സുഹൃത്തായിരുന്നു, ആ കുടുംബം. പക്ഷെ അദ്ദേഹം ഇപ്പൊ സുരേഷ് ഗോപിയുടെ കൂടെയാണ്. അപ്പോ മരണത്തിന് ഞാൻ ചെന്നപ്പോ ചോദിച്ചു, അവിടെ സുരേഷ് ഗോപി വന്നിരുന്നു ചോദിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉത്സവം നടക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹം അവിടെയാണ്, അത് കഴിഞ്ഞിട്ടേ വരൂ. അതിന് തന്നെ ഒരാഴ്ച പോയി. അപ്പൊ ഇത്രയും ഒരു 2 മാസത്തെ പ്രചരണത്തിനിടയിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നില്ല പ്രചരണം മുഴുവൻ. ഇതിനിടയിൽ തന്നെ 2 ആഴ്ച ഈ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സുനിൽകുമാർ ഫീൽഡിലുണ്ട്. അത് ആ നാട്ടുകാരനാണ്. ഞാൻ ചെന്നതിന് ശേഷം ഞാൻ ഫീൽഡിൽ നിന്ന് മാറിയിട്ടില്ല. ഇവിടെ ഒന്നും കാണാത്തൊരു സ്ഥാനാർത്ഥി ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ തന്നെയായിരുന്നു ഞങ്ങളുടെ അത്ഭുതം. സത്യം പറഞ്ഞാൽ വോട്ടിംഗ് മെഷീനിൽ പോലും ഒരു ഘട്ടത്തിൽ എനിക്ക് സംശയം തോന്നി. കാരണം ഞാൻ മുമ്പും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അപ്പോഴൊന്നും വോട്ടിംഗ് യന്ത്രത്തിൽ സംശയം ഞാൻ പ്രകടിപ്പിച്ചില്ല. പക്ഷെ ഇങ്ങനെ രംഗം ഉണ്ടായപ്പോ, ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോ അതുപോലെ ഞാൻ സംശയിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം ജൂൺ 3-ാം തീയതി കൗണ്ടിങ് ഏജന്റുമാരുടെ യോഗം വിളിച്ചു. ആ യോഗത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് എന്തു വന്നാലും തോൽക്കുന്ന പ്രശ്നവുമില്ല എന്ന റിസൾട്ടായിരുന്നു, എന്ന ചർച്ചയാണ് നടന്നത്. പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വീട്ടിലെത്തുമ്പോ സുരേഷ് ഗോപിയെ വെച്ച് സിനിമ എടുത്ത ഒരു പ്രൊഡ്യൂസർ
എന്നെ കാണാൻ വന്ന ഞാൻ ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വന്നതാണ് അദ്ദേഹം പരിചയം പുതുക്കാൻ. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് സാർ, ഞാൻ ജയിക്കും, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ സാർ അങ്ങനെയല്ലല്ലോ. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്, അമിത്ഷാ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞത്, നാളെ കൗണ്ടിങ് സമയത്ത് ഇവിടെ വരണ്ട എന്നാണ് അമിത്ഷാ കൊടുത്ത നിർദ്ദേശം. നാളെ റിസൾട്ട് വന്ന് വിജയിച്ചതിന് ശേഷം മാത്രം അടുത്ത ദിവസം തൃശ്ശൂരിൽ വന്നാൽ മതി എന്നായിരുന്നല്ലോ നിർദ്ദേശം. ഇത് ഇലക്ഷന്റെ തലേന്ന്, കൗണ്ടിങ്ങിന്റെ തലേന്നാ പറയും, 3-ാം തീയതി. കൗണ്ടിങ്ങിന്റെ അന്ന് അത് തന്നെ സംഭവിച്ചു. തുടക്കം മുതൽക്ക് ലീഡ്. വിജയിച്ചതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഞാൻ ടൗൺ വഴിക്കാൻ മടങ്ങിയത് കോഴിക്കോട്ടേക്ക്. ഇവിടെയൊന്നും ഒരാൾ പോലും പടം പൊട്ടിക്കുന്ന കാഴ്ച കണ്ടില്ല. ഒരു ഇലക്ഷൻ സാധാരണ പ്രതീക്ഷിക്കാത്തൊരു കോൺസ്റ്റിറ്റ്യൻസി ജയിച്ചാൽ ഇങ്ങനെയാണോ? സാധാരണ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ആവേശം ഉണ്ടാവില്ലേ, പടം പൊട്ടിക്കുക, ബഹളവും മുദ്രാവാക്യവും. തൃശ്ശൂർ ടൗണിൽ കൂടെയാണ് ഞാൻ റൗണ്ട് അടിച്ചിട്ടാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ഓരോരുത്തർ ആഹ്ലാദ പ്രകടനം കണ്ടില്ല, അവരും ഷോക്ക് അടിച്ചിരിക്കുക റിസൾട്ട് കണ്ട. പിന്നെ പിറ്റേന്ന് സുരേഷ് ഗോപി വന്നിറങ്ങിയപ്പോഴാണ് ആഹ്ലാദം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ പോയി. അവിടെ തോറ്റ് സങ്കടപ്പെട്ട് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ അതുവരെ കേന്ദ്രമന്ത്രിമാരായിട്ട് വലസിയ ആൾക്കാരാ തലേന്ന് വരെ. ഇത് രണ്ടുപേരും ഏതാണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നു. അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. തലേന്ന് വരെ സല്യൂട്ട് അടിച്ചവരും അവരെ കാണുമ്പോൾ തൊഴുകുന്നവരൊന്നും ഇവരെ രണ്ടുപേരെയും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാം ഈ ഒരു രൂപത്തിലേക്ക്, അതിൻ്റെ കൂടെ ഒരു കിരീടവും ചെങ്കോലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫാൻസി ഡ്രസ് പോലത്തെ ഒരു വേഷമൊക്കെ ആയിട്ട് വിജയിച്ച MP അവിടെ വരുന്നു, സ്വീകരണം കൊടുക്കുന്നു. പിന്നീടുണ്ടായതൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഇവരുടെ ഒരു പ്രധാന കാര്യം, ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഞ്ച് ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് ഒരു മൗനി ഭാവിയായിട്ട് മാറി? ഇന്ന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് തൻ്റെ വിജയത്തിനെ ചോദ്യം ചെയ്യുന്ന പല പ്രസ്താവനകളും പരാതികളും വന്നിട്ട് പോലും എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല? കാരണം തെളിവുകളാണ്. ഇപ്പൊ ഏറ്റവും രസകരമായ കാര്യം, നിയമസഭയിൽ തൃശ്ശൂർ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ലോക്കൽ ബോഡി വോട്ട് ഇപ്പോഴും ശാസ്ത്രമംഗലത്താണ്. ഇതെന്താ ഈ വോട്ട്? അസംബ്ലിയിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, ലോക്കൽ ബോഡിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, പാർലമെന്റിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക. കേരളം മുഴുവൻ നടന്ന് വോട്ട് ചെയ്യലാണ്. അതാണ് ഏർപ്പാട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സംഭവങ്ങൾ മൊത്തം ഈ ഇന്ത്യയിലെ 50 കോൺസ്റ്റിറ്റ്യുവൻസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയ ടീം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടത് ബീഹാറിലെ 124 വയസ്സുള്ള ഒരു സ്ത്രീ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബ്രഹ്മാവ് പോലും ഞെട്ടിപ്പോയി. കാരണം ബ്രഹ്മാവിന്റെ കണക്കില് 105 മേലെ ഇതുവരെ ബ്രഹ്മാവ് പടച്ചു വിട്ടവരാരും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. 124 വർഷം എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട്, ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്തിട്ട് ഓരോ വരം വാങ്ങുന്നത്. രാവണന്റെ വരം മനുഷ്യന്റെ കയ്യിൽ നിന്ന് മാത്രമേ മരിക്കാൻ പാടുള്ളൂ, കൊല്ലുന്ന മനുഷ്യൻ വരുന്നത് വരെ ചിരഞ്ജീവി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ 124 വയസ്സ് വരെ ജീവിച്ച വനിത ആരാണെന്ന് കണ്ടിട്ട്, അതേപോലെ ബ്രഹ്മാവിനെ പോലും ഞെട്ടിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇങ്ങനത്തെ നടപടികൾ നമ്മുടെ രാജ്യത്തിനെ എവിടെ കൊണ്ടെത്തിക്കും? ഞാൻ പറഞ്ഞ ഇലക്ഷനിൽ തോൽവിയും വിജയമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിന്റെ ഭാഗമുള്ള ഒരു പരാജയമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ജനവികാരത്തിനെ കള്ളവോട്ട് കൊണ്ടും ആൾമാറാട്ടം കൊണ്ടും അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് ജനാധിപത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ഇത് തന്നെ ഈ വിജയം ബ്രിമ്മിലല്ലേ? നരേന്ദ്രമോദിയുടെ വിജയം ബ്രിമ്മിലാണ്. കാരണം അയോധ്യ ഏറ്റവും അധികം ഇലക്ഷനിൽ വികാരം ഉണ്ടാക്കി പ്രസംഗിച്ച് അയോധ്യ പോലും കൈവിട്ടു BJP-യെ. ആ സമയത്താണ് പ്രതീക്ഷിക്കാത്ത തൃശ്ശൂര് പോലുള്ള നിയോജക മണ്ഡലങ്ങൾ BJP ജയിക്കുന്നത് എന്ന് പറയുമ്പോൾ
ഇത് ജനാധിപത്യത്തിന് അട്ടിമറിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. ഇതൊക്കെ ഇതിൽ പറയുന്ന ഈ ഫ്ലാറ്റുകളിൽ പറയുന്ന വോട്ട് ചേർത്തതിനെ കുറിച്ച് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് രസം. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ആ കലക്ടർ ഇപ്പൊ ഏതോ ആന്ധ്രയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോയി എന്നാണ്. ആന്ധ്രയിലെ ഇപ്പൊ TDP BJP സഖ്യത്തിന്റെ ഭരണം. അപ്പോ അദ്ദേഹം അന്ന് തന്നെ ഇതിന്റെയൊക്കെ ഒരു തിരക്കഥ എഴുതി എന്നാണ് മനസ്സിലായത്. മോഡി തിരക്കഥ എഴുതി, അതിൽ കുറെ നടന്മാരുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ റിട്ടേണിംഗ് ഓഫീസറും പെട്ടു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എന്നാൽ ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കുക അതിന്റെ റിസൾട്ട് എന്താ നോക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത് അങ്ങനെ അവസാനിപ്പിക്കേണ്ട കേസൊന്നുമല്ല. പിന്നെ രണ്ട് ഉദ്ദേശമേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ ഈ തെളിവുകളൊക്കെ നമുക്കറിയാം, ഒരു കൊലക്കേസ് നടന്നാൽ പോലും കുറെ മാസം കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. പക്ഷേ ഇതുകൊണ്ട് പ്രധാനമായിട്ടും പാർട്ടി ഉദ്ദേശിക്കുന്നത് ഭാവിയിലെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും. അത് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇതിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിന് കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോ ബീഹാറിലെ കണ്ടില്ലേ, സമഗ്ര വോട്ടർ പട്ടിക എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ വോട്ടർമാരെ മാറ്റുകയാണ് ഇപ്പോൾ. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും എളുപ്പം കേരളത്തിലാണ്. കാരണം കേരളത്തിലെ വോട്ടർമാരിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ്. അവരൊക്കെ ഇലക്ഷനില് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന് വോട്ട് ചെയ്യാറുണ്ട്. അവിടെ ചെന്ന് ഗൾഫുകാരനാണ് വീട് പൂട്ടിയിട്ടുണ്ട്, അയാൾ ഇവിടെ ഇല്ല, ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഏതാണ്ട് കലാപം നടന്ന കാലത്തെ കാശ്മീരിലത്തെ വോട്ടിംഗ് പോലെ ഇരിക്കും. 20% മൊത്തം പോളിംഗ്, ആ 20% പോളിംഗിൽ 80% വോട്ട് കിട്ടിയ ആൾ ജയിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാശ്മീരിൽ. അതൊക്കെ തീവ്രവാദ പ്രവർത്തനം ഭയന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകത്തായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നിർഭയമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ വോട്ടർ പട്ടിക അട്ടിമറിച്ചാൽ പിന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള? രണ്ടാമത്തെ കാര്യം വോട്ടിംഗ് മെഷീന്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്രയധികം അഡ്വാൻസ് ചെയ്ത രാജ്യമായിട്ട് അമേരിക്കയിൽ ഇംഗ്ലണ്ടൊക്കെ എന്തുകൊണ്ട് നമ്മളെക്കാൾ എത്രയോ ഒരു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഒപ്പെത്തി. പക്ഷേ നമ്മളെക്കാൾ എത്രയോ അവർ അഡ്വാൻസ് ചെയ്ത കാലഘട്ടത്തിൽ പോലും അവരെന്തുകൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാതിരുന്നത്? നമ്മളത് പരിശോധിക്കണ്ടേ? അപ്പൊ ആ സിസ്റ്റം പരാജയപ്പെട്ടു. അതിന്റെ ഫലമാണ് ഇപ്പൊ മാത്രമല്ല EVM വന്നതോടുകൂടി കുറെ കൂടെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ഏർപ്പാടുണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടത് ഈ വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മാത്രം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും വിഷയം ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ എല്ലാത്തിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി മാത്രം അതിനെ ഒരു മൗനം പറയുന്നുണ്ട്. ഒരു മൗനത്തിൽ ഇരിക്കുകയാണ്. പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് ഇന്നലെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കാർഗെയും മാത്രമല്ല, ജോൺ ബ്രിട്ടാസിനെയും റഹീമിനെയും, രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട MPമാരാണ്. അക്കാര്യം ജനങ്ങൾ ജയിപ്പിക്കാത്തതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് വന്നത്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും എന്തിനോ ലോക്സഭയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഈ ഒരു പ്രധാന വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല? അപ്പൊ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കർണാടകത്തിൽ കോൺഗ്രസിന്റെ മന്ത്രി ഇങ്ങനെ ചില ഏർപ്പാട് കാണിച്ചു, ഓൺ ദ സ്പോട്ടിൽ അയാൾ പിടിച്ച് പുറത്താക്കി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ MPമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ്സുകാരനായിട്ട് മന്ത്രി 5-ാം പത്തി കാണിച്ചപ്പോൾ ശക്തമായിട്ടുള്ള ആക്ഷൻ പാർട്ടി എടുത്തു. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം എന്നുകൂടെ അറിയാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും ഇത് വളരെ ജനകീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും ഒരു സുവർണ കാലഘട്ടം ഞാൻ പറയാം. ഈ ഒരു തീരുമാനം അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ പോലും
അദ്ദേഹത്തിനോട് യോജിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ജനാധിപത്യം വിജയിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ആര് ജയിക്കട്ടെ, ആര് പരാജയപ്പെടട്ടെ, ജനാധിപത്യം വിജയിക്കണം, അതാണ് ഇന്ത്യയുടെ നട്ടെല്ല്, അതാണ് ഇന്ത്യയുടെ കരുത്ത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുകൊണ്ടുവന്നതിന് ഏവർക്കും നന്ദി. നമസ്കാരം.